ഹായ് ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ നോമ്പിൻ്റെ വിശേഷം കാണാം. ഇന്നിപ്പോൾ എന്തായാലും എത്ര ഇവിടെ നോമ്പ് പത്തായില്ലേ. ഞാനിതാന്ന് മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുട്ടക്കറിയും അപ്പവും ദോശയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിലേക്ക് നിന്നു കേട്ടോ. അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കില്ല, കാരണം നിങ്ങൾക്ക് അറിയാമല്ലോ. തക്കാളി ഉള്ളിയൊക്കെ വാട്ടിയെടുത്ത് പൊടികളൊക്കെ ഇട്ട് അങ്ങനെ തേങ്ങ കൂട്ടി മുട്ടയൊക്കെ പുഴുക്കി വെച്ച് അത് അതിലേക്ക് കൂട്ടി. പിന്നെന്താ ദോശ ഉണ്ടാക്കണം. ദോശ ഉണ്ടാക്കിയിട്ട് പിന്നെ പഴംപൊരി ഉണ്ടാക്കണം കേട്ടോ. വേറെ ഒന്നും ഇപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല, കാരണം ഇന്നിപ്പോൾ പ്രത്യേകിച്ചൊന്നും ഇല്ല, ഇതന്നെ ഉള്ളൂ. പിന്നെ അതാ മാവൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് നിന്നു. പക്ഷേ ദോശ ദോശയായി മക്കളെ. ഇന്നെന്താണെന്നറിയില്ല, ദോശ ചുട്ടപ്പോൾ അത് കിട്ടിയില്ല. കാരണം കല്ല് ഞാൻ ഒന്ന് ഉരച്ച് കഴുകി, കുറച്ച് ദിവസമായി കഴുകിയിട്ട്. എന്നിട്ട് അങ്ങനെ കഴുകൽ പറഞ്ഞാൽ ഞാൻ വെറുതെ ജസ്റ്റ് കഴുകലുണ്ട്. ഞാൻ ചകിരിയൊക്കെ ഇട്ട് നല്ല ഉരച്ച് കഴുകി. അപ്പോൾ അതിന് മയം പോയതുകൊണ്ട് അങ്ങനെ അത് ഒട്ടാൻ തുടങ്ങി. പിന്നെ എനിക്ക് നേരവും വൈകി. ഇന്ന് മഴ പെയ്തു. പിന്നെ മഴ കണ്ട് അങ്ങനെ കുറേ നേരം ആസ്വദിച്ച് നിന്നു. അപ്പോൾ പിന്നെ എന്താണ്, അങ്ങനെ നിന്നപ്പോൾ ഇന്നത്തെ നേരവും പോയി. അപ്പോൾ പിന്നെ ഞാൻ എന്ത് കാട്ടാ, പിന്നെ ഇക്ക പൊറോട്ട വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. പിന്നെ ഞാൻ നോക്കട്ടെ പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ നോക്കിയപ്പോൾ കേട്ടോ ചുട്ടൊക്കെ എടുത്തു. പക്ഷേ ഇതങ്ങോട്ട് മറിച്ചിടാൻ പറ്റില്ല. അങ്ങോട്ട് ഞാൻ അതിൽ കടന്നങ്ങോട്ട് കുത്തി റെഡിയാക്കിയിട്ടും എങ്ങനെയായിട്ടും കിട്ടിയില്ല. പിന്നെ ലാസ്റ്റ് ഞാൻ ചെറിയ ആയിട്ട് അപ്പമാക്കി എടുത്തു. അപ്പോൾ കെട്ടി കുറച്ച് പരത്താതെ അങ്ങനെ ആക്കിയിട്ട് എന്താ മൂടി വെച്ച് എടുത്തപ്പോൾ അപ്പമായിട്ട് കിട്ടി. അപ്പോൾ പിന്നെ പൊറോട്ട വേണ്ട ആവശ്യച്ചു. അങ്ങനെ അപ്പവും ചുട്ടെടുത്തിട്ട് മുട്ടക്കറിയൊക്കെ റെഡിയാക്കി കേട്ടോ. നമുക്ക് പിന്നെ ഇഡ്ഡലി മാവ് ഉണ്ടെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കാം, ദോശ ഉണ്ടാക്കാം, അപ്പമൊക്കെ ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ആ റെഡി പരിപാടി ചെയ്തു. പിന്നെ ഞാൻ എന്താണ് പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് കൂട്ടി വെച്ചു. പിന്നെ അത് വാങ്ങി കൊടുക്കാൻ ഏത് സമയം, കാരണം മഴ ചാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ ശ്രദ്ധിച്ച് അങ്ങനെ കുട്ടീനെയൊക്കെ വിളിച്ച് അങ്ങനെ കുറേ നേരം നിന്നു കേട്ടോ. പിന്നെ ഇക്കാക്കൊന്ന് വർക്കും ഉണ്ടായിരുന്നു. അപ്പോൾ ഇക്ക വരുന്ന ഒരു 5 മണിയൊക്കെ ആകുമ്പോഴേക്കും വന്നു കേട്ടോ. മഴയാകുമ്പോഴേക്കൊക്കെ വീടെത്തി. പിന്നെ പഴംപൊരിക്ക് അതാ മൈദയും എന്താണ് ആട്ടിയ മാവ്, കുറച്ച് ചെറിയ ജീരകം, പഞ്ചസാര, ഉപ്പൊക്കെ ഇട്ട് അത് റെഡിയാക്കി വെച്ചു. പിന്നെ അതങ്ങനെ കംപ്ലീറ്റ് പൊരിച്ചെടുത്തു. അങ്ങനെ വേഗം അത് പൊരിച്ചെടുത്തു. അത് പൊരിച്ചെടുത്ത ശേഷം പിന്നെ ഞാൻ ഇന്ന് ഞാനൊരു എന്താണ് ഇതിൻ്റെ സ്ക്വാഷ് വാങ്ങിയിട്ടോ, മറ്റേ ഫ്രാഷൻ ഫുഡിൻ്റെ. നന്നായിട്ടുണ്ടായിരുന്നു. ഇന്ന് രാവിലെ എനിക്ക് ബാങ്കിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. പിന്നെ ബാങ്കിൽ പോയിട്ട് വരുമ്പോൾ ഞാൻ കടയിൽ കയറിയിട്ട് സ്ക്വാഷ് വാങ്ങി. നന്നായിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. നന്നായിരിക്കും പകരം നന്നായി ഉണ്ടാകില്ല, അത് കഴിഞ്ഞു. അപ്പോൾ എന്തായാലും നോക്കട്ടെ പറഞ്ഞിട്ട് അങ്ങനെ സ്ക്വാഷ് വാങ്ങി. അങ്ങനെ അതുണ്ടാക്കി. തണ്ണിമത്തൻ ജ്യൂസ്, പിന്നെ പഴംപൊരി, പള്ളിക്കഞ്ഞി, ഇതൊക്കെ മതിയല്ലോ, ധാരാളമല്ലേ അല്ലേ. അങ്ങനെ ഇതെല്ലാം കൂട്ടി നോമ്പ് തുറന്നു കേട്ടോ. ഞാനും കുട്ടി ഇക്കയെ കൂടിയിട്ട് അവിടെ എല്ലാം ടേബിളിൽ കൊണ്ടുപോയി വെച്ചു. പഴത്തിൻ്റെ ഷേക്ക് ഉണ്ടാക്കി. തണ്ണിമത്തന് കൊയ്യാക്ക ഉണ്ടായിരുന്നു, അതൊക്കെ മുറിച്ച് വെച്ചു. അതുണ്ടോ പാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ്. മഴ ആയതുകൊണ്ട് കുറച്ച് വെള്ളം എടുത്തുള്ളൂ കേട്ടോ. വെള്ളം അധികം വേണ്ട, കാരണം മഴയല്ലേ, അധികം കുടിക്കില്ലല്ലോ. അപ്പോൾ പിന്നെ വെള്ളം വേണ്ട വെച്ചു. തണ്ണിമത്തൻ ജ്യൂസ് എല്ലാം ടേബിളിൽ കൊണ്ടുപോയി നിരത്തി വെച്ചു കേട്ടോ. പിന്നെ നോമ്പ് തുറന്നു. പിന്നെ എപ്പോഴെങ്കിലും വാങ്ങി കൊടുക്കാനായി. അങ്ങനെ ഉണ്ടോ എല്ലാം കൊണ്ടുപോയി നോമ്പ് തുറന്നു. പിന്നെ കുറേ നേരം മഴയൊക്കെ ഉണ്ട്, നന്നായി മഴയൊക്കെ പെയ്തു. ചാറ്റിലായാലും അത്യാവശ്യം പെയ്തൊക്കെ ചെയ്തു കേട്ടോ. മുറ്റമൊക്കെ നല്ല നനഞ്ഞു. അങ്ങനെ മഴയൊക്കെ കണ്ട് അങ്ങനെ ആസ്വദിച്ചു, നോമ്പൊക്കെ തുറന്നു കേട്ടോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കണ്ടോ അത്യാവശ്യം മഴ പെയ്യുന്നുണ്ട്. കുട്ടിക്ക് ഊഞ്ഞാലൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് അവിടെ. ഒരു ഊഞ്ഞാൽ പറയും, പിന്നെ തൊട്ടി പറയും. അപ്പോൾ അതിനനുസരിച്ച് ഉമ്മ അവൾക്ക് കെട്ടിക്കൊടുക്കും കേട്ടോ. അപ്പോൾ കണ്ടോ എൻ്റെ കവുങ്ങിലേക്കൊക്കെ എല്ലാ ചെടികൾക്കൊക്കെ വെള്ളമായി. അത്യാവശ്യം മഴയൊക്കെ പെയ്യുന്നുണ്ട്. നിങ്ങളവിടെയൊക്കെ മഴയുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബായ്.